ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സന്തോഷം നിറഞ്ഞൊരു വ്ളോഗുമായിട്ടാണ്. ഒരുപാട് വിശേഷങ്ങൾ ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്ളോഗിൽ നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരു ജാപ്പൻ ചിക്കൻ റെസിപ്പി ആട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ചിക്കൻ റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിക്കൻ റെസിപ്പി കൂടിയാട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ജാപ്പൻ ചിക്കൻ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് 1 കിലോ ചിക്കൻ്റെ ഫില്ല് എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ഇറച്ചി പീസ് എടുത്തിട്ടുള്ളത്. എല്ലുള്ളതും എടുക്കുക കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണമെന്നുള്ളൂ. അതിലോട്ട് ആദ്യം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത ശേഷം വൈറ്റ് പെപ്പർ പൗഡർ 1 ടീസ്പൂണും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലവറും രണ്ടും ഒരേ അളവിലെടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം വെള്ളമൊന്നും ഒഴിക്കാണ്ട് മിക്സ് ചെയ്യുക. കാരണം ചിക്കനിൽ കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ. ആദ്യം തന്നെ വെള്ളം ഒഴിക്കേണ്ട. പിന്നെ എല്ലാം മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഞാൻ 2 ബാച്ചസ് ആയിട്ടാണ് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം നമുക്ക് ഈ ഒരു റെസിപ്പിയിലോട്ട് പാൽ ചേർക്കാണ്ട്. അപ്പം നിങ്ങൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യണം ഈ ഒരു റെസിപ്പിയിൽ. അത് മസ്റ്റാണ്. അപ്പോൾ അതാ നമ്മൾ ചിക്കന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് ചിക്കന് 2 വശവും നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ടിഷ്യൂവിലോട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ബാച്ച് ചിക്കനും ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി ഇതിലോട്ട് 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഒന്നങ്ങോട്ട് പൊടിച്ച് വെക്കുക. അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങോട്ട് കുറേ നേരം പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എണ്ണ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടെ. ഒന്നങ്ങോട്ട് പൊടിച്ചാൽ മതി, ഒരുപാട് നേരം പൊടിക്കാൻ വയ്ക്കരുത്. എന്നിട്ട് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ ബട്ടറും. പിന്നെ അതൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ബട്ടർ ചേർത്താൽ. പിന്നെ അതിലോട്ട് വെളുത്തുള്ളി കുറച്ചധികം ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ആ ഒരു വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറി വന്നാൽ അതിലോട്ട് 2 കപ്പോളം പാല് ചേർത്തിട്ടുണ്ട്. പാല് നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി ഗ്രേവിയൊക്കെ വേണമെന്നാണെങ്കിൽ 3 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ പാല് തിളയ്ക്കുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് വീണ്ടും വൈറ്റ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂണോളം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. വൈറ്റ് പെപ്പർ പൗഡറിന് പകരം നിങ്ങൾക്ക് ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കളർ മാറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വൈറ്റ് പെപ്പർ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് പാല്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അതിലിട്ടിട്ട് ചിക്കൻ നന്നായിട്ട് കുക്കായി കിട്ടണം. ഒരു 5 മിനിറ്റോളം ചിക്കൻ അവിടെ കിടന്നിട്ട് കുക്കാവട്ടെ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പം നമ്മുടെ ഈ ഒരു ഗ്രേവി നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ കുറച്ചുകൂടെ കൂടുതൽ പാല് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഗ്രേവി കൺസിസ്റ്റൻസി ഉണ്ടാവും. അപ്പോൾ ഇതിപ്പം അധികം എന്താ പറയുക ഗ്രേവി ആയിട്ടില്ല, കുറച്ച് തിക്കായിട്ടാണ് വന്നത്. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ചുകൂടെ പാല് ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് പൊടിച്ചതുണ്ടല്ലോ അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കുക്ക് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ സെർവ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നല്ല ഒരു എന്താ പറയുക ഗ്രേവി ഒന്നും ഇല്ലാണ്ട് ഒരു 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 സോസി ഒരു ക്രീമി പരുവത്തിലുള്ള ഒരു ചിക്കനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ജാപ്പൻ ചിക്കൻ. ഭയങ്കര ടേസ്റ്റാട്ടോ സംഭവം, കിഡിലുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി കൂടിയാണത്. ഇതിൽ ബട്ടറിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ബട്ടർ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ അതിന് പകരം വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. വെളിച്ചെണ്ണ ചേർത്താൽ നമ്മൾ പാല് ചേർക്കുന്ന സമയത്ത് അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനെന്താ കുറച്ചുകൂടെ പാൽ ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി ഒരു ഗ്രേവി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. തിക്ക് ഗ്രേവി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വൈറ്റ് കളറിലുള്ള നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കാം. ഇപ്പോൾ വരും കേട്ടോ, വെയിറ്റ് ചെയ്യേ. ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ വ്ളോഗൊന്നും ചെയ്യാണ്ട് നടന്നുകൊണ്ട് തന്നെ ഇപ്പം വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ
ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, വീട്ടിൽ മുറ്റത്തുണ്ടായ ചീര ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ വ്ളോഗിൽ. അപ്പോൾ അത് യൂസ് ചെയ്ത ശേഷം അതിൻ്റെ തണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് അത് പാകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തണ്ടിൽ ഇങ്ങനെ ലീവ്സൊക്കെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ട്, വെള്ളത്തിലിട്ട് വയ്ക്കുന്ന ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ മിക്കവാറും നാട്ടിലൊക്കെ ഒരുപാട് വീടുകളിലുണ്ടാവും. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരുപാടുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ കാണുന്നതിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഉച്ചയ്ക്ക് ചോറിന് സാമ്പാർ മാലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ ഞാൻ സാവകാശം ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ ഹോം മെയ്ഡ് തൈര്, അത് ഞാൻ മുമ്പ് പല വ്ളോഗ്സിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ലോ ഫാറ്റ് തൈരാണ്. ലോ ഫാറ്റ് പാൽ യൂസ് ചെയ്തിട്ട് നാട്ടിലെ ഉറത്തൈര് വെച്ചിട്ടുണ്ടാക്കിയ തൈരാണ്, ഫ്രഷ് ആയിട്ടുള്ള തൈരാണ്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുവൈത്തിലെ ലുലു ഫുഡ് ഫെസ്റ്റിവലിനെ പറ്റിയിട്ടൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാനിപ്പോൾ ഇതിൽ അതൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം കുവൈത്തിലുള്ള നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലുലുവിൽ ഫുഡ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യാണ്. മെയ് 24 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് ഫുഡ് കോൺടെസ്റ്റുകളും ഒരുപാട് വെറൈറ്റി ഫുഡ് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം കൂടിയാണ് ആ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നിങ്ങൾക്കായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ കുവൈത്തിലുള്ളവർ എന്തായാലും നിങ്ങളുടെ അടുത്തുള്ള ലുലു ഔട്ട്ലെറ്റ്സിലൊക്കെ ഒന്ന് പോയി നോക്കുക. ഒരുപാട് എക്സൈറ്റിംഗ് ഓഫേഴ്സും ഒരുപാട് കോൺടെസ്റ്റുകളും നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു എന്താ പറയുക, ഫുഡി എക്സ്പീരിയൻസ് നിങ്ങൾ മിസ്സാക്കണ്ട. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിലിട്ട ആ വീഡിയോ ഞാനൊന്ന് നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇത് മക്കൾക്ക് ഫുഡ് കൊടുക്കുന്ന തിരക്കിലാണ്. റോസ് സ്കൂൾ വിട്ട് വന്ന ശേഷം നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് ചോറ് കൊടുക്കുക കേട്ടോ. അപ്പോൾ റോസിന് ചോറ് കൊടുക്കുന്നതെന്ന് പറയുമ്പം റൂയിക്ക് എന്തായാലും അത് സഹിക്കൂല. നിങ്ങൾ കുവൈറ്റിലാണോ? നിങ്ങളൊരു ഫുഡിയാണോ? എന്നാൽ ലുലുവിൻ്റെ വേൾഡ് ഫുഡ് പ്രൊമോഷൻ നിങ്ങൾ മിസ്സാക്കരുത്. കുവൈറ്റിലെ എല്ലാ ലുലു ഔട്ട്ലെറ്റ്സിലും ഈ മെയ് 24 ഈ വേൾഡ് ഫുഡ് പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വേൾഡ് ഫുഡ് പ്രൊമോഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ക്യൂസിൻസ് നിങ്ങൾക്ക് അന്ന് അവിടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എക്സൈറ്റിംഗ് ഓഫേഴ്സും നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. കൂടാണ്ട് ഒരുപാട് ഫുഡ് കോൺടെസ്റ്റുകളും വിന്നേഴ്സിന് വിലയേറിയ ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് ഈ വേൾഡ് ഫുഡ് പ്രൊമോഷൻ വരുന്നത്. അപ്പോൾ ഇത് മറക്കാനാവാത്ത ഒരു ഫുഡി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ കുവൈറ്റിലുള്ളവർ അടുത്തുള്ള ലുലു ഓഫീസിലേക്ക് ഒന്ന് പോയി നോക്കാം. മെയ് 24 ഈ വേൾഡ് ഫുഡ് പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുവൈറ്റിലുള്ളവർ ഈ കിഡിലൻ ഫീസ്റ്റ് മിസ്സാക്കരുത് കേട്ടോ. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ കുവൈത്തിൽ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഹസ്ബൻഡോ മക്കളോ ആരെങ്കിലും കുവൈത്തിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ടുണ്ട്, കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വേറൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനിരിക്കുകയാണ്. അപ്പം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാം കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പോകുന്നത്. ഒരു ഇനോഗ്രേഷൻ പരിപാടിക്ക് പോവുകയാണ്. അതിന് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഷാർജ മൊയിലയിലോട്ടാണ്. മെയ് 21 അതായത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ഷാർജ മൊബൈലിലുള്ള ഐ വേൾഡ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒപ്റ്റിക്കൽ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് കേട്ടോ. ഞാൻ പിന്നെ ഒരുപാട് ഇങ്ങനെ ഡ്രസ്സിന് അനുസരിച്ചുള്ള ആക്സസറീസ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. കമ്മൽ, മാല, വള ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ അതിന് പകരമായിട്ട് എനിക്ക് വാച്ച്, കണ്ണട അത് ഭയങ്കര ക്രേസ്. അത് രണ്ടും. വേറെ ഉള്ളതൊന്നും അധികം എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. ഇതാണ് ഐ വേൾഡ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒപ്റ്റിക്കൽ ഷോപ്പ് കേട്ടോ. റൂമിൽ പിന്നെ പപ്പാൻ്റെ കൂടെ വരുള്ളൂ. അപ്പം അവളെ വണ്ടിയിലാക്കിയിട്ടുണ്ട്. ഇക്കും ഓളും കൂടി വന്നോളും. പിന്നെ ഈ വരുന്നതാണ് സിൽവാൻ മുസ്തഫ. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, യൂട്യൂബറാണ്. പിന്നെ എൻ്റെ അടുത്തുള്ളതാണ് ഹയ കളക്ഷൻസ് സുഹൈല. നമ്മുടെ ഹാൻഡ് സോക്സ്, ഹാൻഡ് സ്ലീവിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവരാണ് കേട്ടോ. അവരുടെ സിസ്റ്ററാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ അവരുടെ ഉപ്പയാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ അവരുടെ ഫാമിലി ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത്.
ഈ ഒരു ദിവസത്തെ പറ്റി പറയുവാണെങ്കിൽ ഭയങ്കര നല്ലൊരു ഡേ ആയിരുന്നു. എനിക്ക് മറക്കാനാവാത്തൊരു ഡേ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പക്ഷേ അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഈ ഒരു ഉമ്മ ഉണ്ടല്ലോ, ഉമ്മ ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുക ചെയ്ത്. കാരണം അത്രയും പരിചയമുണ്ട് നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറയലുണ്ടല്ലോ, ഉമ്മമാരുടെ സപ്പോർട്ടാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് എന്നുള്ളത്. അത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഉമ്മമാർ വന്നിട്ടാണ് എന്നോട് സംസാരിക്കുക. അവരാണ് പരിചയപ്പെടുത്തിയത്. നമ്മൾ ഓരോ വീഡിയോസും കാണുന്ന ആൾക്കാരാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ അതാ ഇനോഗ്രേഷൻ്റെ സമയമായി. ഞാൻ ബാക്കി എല്ലാവരും പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പം സുഹൈലിൻ്റെ ഉപ്പയാണ്, അതായത് ഹയ കളക്ഷൻസിലെ സുഹൈലിൻ്റെ ഉപ്പയാണ് സിൽവാൻ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ. അപ്പം മൂപ്പരാണ്, ആ ഉപ്പയാണ് ഇനോഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഷോപ്പിൽ നല്ല ബർക്കത്ത് ഉണ്ടാവാനും ഷോപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനും പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പാർട്ട്ണറുടെ വൈഫ് തന്നെയാണ് ഇവിടുത്തെ ഒപ്റ്റോമെട്രിസ്റ്റ് കേട്ടോ, ലേഡി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വരണം കേട്ടോ. ഇതുപോലെ കണ്ണടയുടെ ആവശ്യമൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് നോക്കുക കേട്ടോ. നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്താലല്ലേ ഇങ്ങനത്തെ ഒക്കെ സംരംഭങ്ങൾ വിജയിക്കുള്ളൂ. അപ്പോൾ ഇവരാണ് ഇവിടുത്തെ ഒപ്റ്റോമെട്രിസ്റ്റ് കേട്ടോ. ആൾ ഭയങ്കര കൂളാണ്. അവരുടെ ഉമ്മനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് അവരുടെ ഉമ്മ. അപ്പോൾ എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഷോപ്പ് വരുന്നത് മുവൈലിയ സിഗ്നലിൻ്റെ അടുത്താണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ പിൻ കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ, അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ സ്പെഷ്യലായിട്ട് നമ്മുടെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ 60% ഓഫർ, ഇനോഗ്രൽ ഓഫർ അവർ വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു ഓഫർ വരുന്നത്. അത് ഫ്രെയിമിനും ഗ്ലാസ്സിനും ഒക്കെ ആ ഒരു ഇനോഗ്രൽ ഓഫർ ഉണ്ട്. അതുപോലെ ബ്രാൻഡഡ് ഫ്രെയിംസിനൊക്കെ ആണെങ്കിൽ 40% ഓഫർ വരുന്നുണ്ട്. അതുപോലെ ലെൻസിനാണെങ്കിൽ 30 to 40% ഓഫർ വരുന്നുണ്ട്. അതൊക്കെ ആ ഒരു ഇനോഗ്രൽ ഓഫറാണ്. അപ്പോൾ എന്തായാലും അത് മിസ്സാക്കരുത്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒപ്റ്റോമെട്രിസ്റ്റ് ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും. പിന്നെ അതുപോലെ കണ്ണ് ചെക്ക് ചെയ്യാനും ഐ ചെക്കപ്പ്, ഐ ടെസ്റ്റ്, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കണ്ണൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഇങ്ങനെ ഫങ്ഷൻസിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം സംസാരിക്കാറില്ല. എനിക്ക് അത്രയും പരിചയമുള്ള ആൾക്കാരോട് മാത്രം ഞാൻ ഒരുപാട് സംസാരിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താ പറയുക, എല്ലാവരെയും ഒരുപാട് പരിചയമുള്ള പോലെ. കാരണം എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ട് ഭയങ്കര കൂളായിരുന്നു, ഭയങ്കര പോസിറ്റീവ് വൈബ്സ് ആയിരുന്നു അവിടെ. ഒരുപാട് സംസാരിച്ചു. വീട്ടിൽ എല്ലാവരും കൂടി സംസാരിക്കുന്ന ഒരു പോലെയായിരുന്നു. എന്നാലും ഒരുപാട് സന്തോഷം. എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. പിന്നെന്താ, അപ്പം എല്ലാവിധ ബർക്കത്തും ഉണ്ടാവട്ടെ ഷോപ്പിന്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫസ്റ്റായിട്ട് ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു ഐ ടെസ്റ്റിംഗ് നടത്തുന്നത് എൻ്റെതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കട്ട സപ്പോർട്ട് ഉണ്ടായിരിക്കണേ. കാരണം എൻ്റെത് ടെസ്റ്റ് ചെയ്തിട്ട് ഇനി മോശമാവരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തായാലും സംഭവം അടിപൊളിയാട്ടോ, നല്ല ഫ്രണ്ട്ലിയാണ് നമ്മുടെ ഒപ്റ്റോമെട്രിസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂളായിട്ട് വരാം. പിന്നെ ഇനോഗ്രൽ ഓഫേഴ്സ് മിസ്സാക്കണ്ട കേട്ടോ. അതാണ് എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് നമ്മൾ ആ ഒരു ഓഫർ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഐ ടെസ്റ്റിങ് കഴിഞ്ഞു. ഇനി എക്കാൻ്റെ ഐ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ റോയിമോൾ കണ്ടോ ആരുടെ അടുത്ത് ഇരിക്കുന്നത് നോക്കി. അങ്ങനെ എക്കാൻ്റെ അടുത്ത് നിന്ന് ആരുടെ പോവില്ല, എന്തോ അവിടെ അറിയാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എക്കാൻ്റെ ഐ ടെസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കിഡ്സിന് പറ്റിയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഫ്രെയിംസ് ആണെങ്കിലും സൺഗ്ലാസസ് ആണെങ്കിലും ഒക്കെ ഉണ്ട്. പിന്നെന്താ, അപ്പോൾ ഞാനൊരു സൺഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ അടുത്തുള്ള സൺഗ്ലാസ് പവറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, പ്ലെയിൻ ഗ്ലാസ്സാണ് സൺഗ്ലാസ് വരുന്നത്. അപ്പോൾ എനിക്ക് കണ്ണിന് പ്രശ്നമുണ്ടല്ലോ, കുറച്ച് കാഴ്ച കമ്മിയുണ്ട്, കുറച്ചധികം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പവറുള്ള സൺഗ്ലാസ് തന്നെ വേണം. അപ്പോൾ അത് ഒന്ന് ഇവിടുന്ന് അവർ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏത് ഫ്രെയിം വേണമെന്നുള്ളത് ചൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായിരിക്കും എടുത്തിട്ടുണ്ടാകുമോ എന്നൊന്ന് പറയൂ കേട്ടോ നിങ്ങൾ. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കാണിച്ചു തരാം. അതിലെനിക്ക് കുറേ എണ്ണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിക്കാം പിന്നീട് കേട്ടോ, വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റത്തെ കസ്റ്റമറാണ് ഇവിടുത്തെ.
അപ്പോൾ ഞാൻ തകൃതമായിട്ട് ഫ്രെയിമൊക്കെ ചെക്ക് ചെയ്യുന്ന തിരക്കിലാട്ടോ. കുറേ നേരമായിട്ട് ഇങ്ങനെ ഫ്രെയിം നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അത് പവറൊക്കെ ഇടാനുണ്ടല്ലോ, അപ്പോൾ 2 ദിവസം പിടിക്കും എന്തായാലും എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ഞാൻ ബാക്കി വീഡിയോസ് ഷെയർ ചെയ്യാം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ ഇത് നമുക്ക് അവർ അയച്ചു തന്നിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. ഷോപ്പിൻ്റെ വീഡിയോസ് അന്ന് കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ദിവസം. നെക്സ്റ്റ് ഡേ എനിക്ക് അയച്ചതാണ് കേട്ടോ ഷോപ്പിൻ്റെ വീഡിയോസ്. അപ്പോൾ ഇതാണ് ഷോപ്പ്. ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അത് മുകളിൽ കാണിച്ചിട്ടുള്ളൊക്കെ ബ്രാൻഡ്സൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഓരോന്നും പേരൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പം ഫ്രെയിംസ് ആണെങ്കിലും സൺഗ്ലാസസ് ആണെങ്കിലും ഐ ടെസ്റ്റ് ചെയ്തിട്ടുള്ള പവർ ഗ്ലാസസ് ആണെങ്കിലും എല്ലാത്തിനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ കണ്ണട വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് കണ്ണട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാതും പൊട്ടിപ്പോയി, എല്ലാത്തിനും ലെഗ് പൊട്ടിപ്പോയി. നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫ്രെയിമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളോളം നിൽക്കും കേടാവാണ്ട്. പക്ഷേ നമ്മൾ ലോ ക്വാളിറ്റി ആയിട്ടുള്ള കുറച്ച് വില നോക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ വെറുതെയാണ്, വേസ്റ്റാണ്. പിന്നെ അതുപോലെ നമ്മൾ കണ്ണിനും കേടാണ് നല്ല ക്വാളിറ്റി ഇല്ലാത്ത ഈ ലെൻസും ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കാം കേട്ടോ. കാരണം കൂടുതൽ നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരും, തലവേദനയൊക്കെ ആവും. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കുവൈത്തിലുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കണ്ട, അതുപോലെ ഈ ഒപ്റ്റിക്കൽ ഷോപ്പിൽ ഇനോഗ്രൽ ഓഫേഴ്സ് മിസ്സാക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.